എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാലും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാം. വാനില ഫ്ലേവറിലെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്നത്. 3.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ തീരെ കട്ടകളൊന്നും ഉണ്ടാവരുത്, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ഇതിലേക്ക് ചേർക്കാം. ഈ ഒരു സമയത്ത് കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനി നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനിലയുടെ ഫ്ലേവർ പാകത്തിന് തന്നെ വേണം, അതുകൊണ്ട് ഫ്ലേവറിനനുസരിച്ചിട്ട് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഫ്രൂട്ട്സൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആപ്പിള് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുവില്ലാത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. പച്ച മുന്തിരിയും കറുപ്പ് മുന്തിരിയും എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു പഴുത്ത മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തണുപ്പോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഫ്രൂട്ട് സലാഡ് വേണ്ടതെങ്കിൽ ഇതൊരു മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി. ഇനി ഫ്രൂട്ട്സിന് മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്ത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൂട്ട്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.